കേരളത്തിൽ ജനിച്ചവരൊക്കെ പുണ്യം ചെയ്ത ജന്മങ്ങളാണ്. എന്താന്നല്ലേ എല്ലാം നമ്മുടെ വാസവൻ സഖാവ് പറഞ്ഞുതരും. നിങ്ങൾ നെന്മമരം കേട്ടിട്ടുണ്ടോ? എന്നാ കേട്ടോ, അങ്ങനെ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് പമ്പാനദിയുടെ തീരത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തെ പോയി കണ്ട് പരിശോധിച്ച് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളപ്പൊക്കത്തിൽ ഞാൻ പോകുമെന്ന് വിചാരിച്ചതാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം, ആ പിണറായി വിജയൻ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം, ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ഈ പിണറായി വിജയൻ എന്നാണ്. കേട്ടിട്ട് രോഞ്ചമം വരാണ്. ദൈവം കേരളത്തിന് തന്ന വരദാനമാണ് പിണറായി വിജയൻ. അതങ്ങോട്ട് പറയുമ്പോ നമ്മുടെ വാസവൻ സഖാവിന്റെ ഒരു ആവേശം കണ്ടോ, ഒരു സന്തോഷം കണ്ടോ. ഇങ്ങനെയുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളുമാണ് നമ്മുടെ നാടിന് ആവശ്യം. നാട് മാത്രമല്ല, പ്രത്യേകിച്ച് പാർട്ടിക്കും ഇങ്ങനെയുള്ളവരെയാണ് ആവശ്യം, അല്ലേ CM? ദൈവം കേരളത്തിൽ നൽകിയ വരദാനം എന്ന രൂപത്തിൽ കേരളം നിശ്ചയിച്ചു നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ തൊടാൻ സതീശനല്ല, സുധാകരനല്ല, കേരളത്തിലെ നിങ്ങൾ ഒന്നായ കരുതുള്ളി എഴുതിട്ട് വന്നാലും ഈ കേരളത്തിലെ ജനത സമ്മതിക്കില്ല. രക്ഷാകവചം തീർത്ത് തന്നെ കൂടെ ഉണ്ടാവും. പിന്നല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സഖാവേ. ദൈവം കേരളത്തിന് തന്ന വരദാനത്തിനെ സംരക്ഷിക്കാനേ രക്ഷാകവചം തീർക്കും ഇവിടെ കോമ്രേഡ്സ്. രക്ഷാകവചം തീർക്കാൻ രക്ഷാപ്രവർത്തനം നടത്തിയ എക്സ്പേർട്ട് ആയ ആൾക്കാരാണെന്ന് അറിയാലോ. അതുകൊണ്ട് സതീശേട്ടനായാലും സുധാകരൻജി ആയാലും ആരായാലും അങ്ങോട്ട് മാറിക്ക. ആ വരദാനത്തിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്ക് ആർക്കില്ല. CM വന്നാലും ദൈവം തന്നൂന്ന് വാസവൻ സഖാവ് പറഞ്ഞതല്ലാട്ടോ. അതിനെയും ആൾക്കാർ വളച്ചൊടിച്ചു. നമ്മുടെ കരുണാമയായ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് നമ്മുടെ വാസവൻ സഖാവ് വീണ്ടും അത് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് വ്യക്തി ആരാധന മൂത്തതോ CM-നെ സോപ്പിട്ടതോ ഒന്നും അല്ലാട്ടോ. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. അത് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി പ്രളയക്കെടുതിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ചികിത്സിക്കാൻ ചെന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ 2 ഡോക്ടർമാർ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒഴിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ പിണറായി വിജയൻ കേരളത്തെ കാത്തു രക്ഷിച്ചു. എന്നിട്ട് അടുത്ത ഡയലോഗ് അദ്ദേഹം പറഞ്ഞത്, ദൈവം കേരളത്തിന് നൽകിയ ഒരു വരദാനമാണ് ഈ പിണറായി വിജയൻ. ആ ഡോക്ടർമാരാണ് അത് വെളിയിലിറങ്ങി പത്രത്തിൽ എന്തൊരു ബോക്സ് ന്യൂസിൽ വന്നിരുന്നു. അത് ഞാൻ പറഞ്ഞതല്ല. അത് തന്നെ വാസവൻ സഖാവ് ഇതുപോലെ ദൈവത്തിനെയൊക്കെ കോട്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ദൈവത്തിന്റെ വരദാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അതിന് പിന്നിൽ പ്രത്യേക അജണ്ടയൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും നല്ല സംസ്കാര സമ്പന്നനായ തിരുമേനിയുടെ ആ ഒരു വാചകം എത്ര ഗംഭീരമാണ്. അതന്ന് പത്രങ്ങളിൽ ബോക്സ് ന്യൂസിൽ വന്നിരുന്നു. ഞാനതെടുത്ത് ഒന്ന് വീണ്ടും അവതരിപ്പിക്കും. അപ്പോൾ സതീശൻ ഇങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഭീരുവായിട്ടും അതുപോലെ തന്നെ ക്രിമിനലായിട്ടും എല്ലാം ചിത്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സാംസ്കാരിക കേരളവും സാമൂഹിക കേരളവും എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ചില ആളുകളുടെ പ്രയോഗങ്ങൾ മതിയുണ്ടോ? അതുതന്നെ സതീശനെ പോലുള്ള ആളുകൾ അപക്വമായ രൂപത്തിലുള്ള ശൈലികളും സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. സതീശേട്ടാ പറഞ്ഞത് കേട്ടല്ലോ, ദൈവത്തിന്റെ വരദാനത്തോട് നിങ്ങളുടെ കളി വേണ്ടട്ടാ. കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും. ഒരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് ഇവരുടെ ചോര വീണ ആ ചോരച്ചാലികളെ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട. ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണിവർ. നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ല, ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. പുറത്തു നിന്ന് പറയാനല്ല, കൂടെ ഉണ്ടാകും. ഓഹോ, കരുതിക്കൂട്ടി പുറപ്പെട്ടേക്കാണല്ലേ? കുഴപ്പമില്ല, നമ്മുടെ കോമ്രേഡ്സിന്റെ കയ്യിലെ വേറെയും കുറെ ക്യാപ്സുകൾ ഉണ്ട് കേട്ടാ. നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്ന ഒരാളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? എത്ര വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും പല രൂപത്തിലുള്ള ആക്രമണങ്ങളെയും അതിജീവിച്ച് ഇന്നീ പദവിയിലെത്തിയ ഒരാളാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്തൊരു തകരയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമല്ലേ? അതെ, ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് കുരുത്തതല്ല പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ നന്മയും കാരുണ്യവും കാണുമ്പോൾ നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്തുതി പാടാൻ തോന്നും. എല്ലാം മുജ്ജന്മ സുഹൃതം, അല്ലാണ്ട് എന്താ പറയാ. കേരളം ഭരിച്ചിടും പിണറായി
സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. വാസവൻ സഖാവ് ദൈവത്തിന്റെ വരദാനം പരാമർശം ഓർമ്മപ്പെടുത്തിയത് വിവാദമായിട്ടുണ്ട്. നമുക്ക് അതേക്കുറിച്ചുള്ള താത്വിക അവലോകനത്തിലേക്ക് കടക്കാം. പറയുക ഒന്ന് പക്ഷേ വാസവൻ സഖാവ് അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും? അദ്ദേഹം എന്താ അർത്ഥത്തിലായി കാണുമെന്ന് പറയാൻ പറ്റുമോ? പണ്ട് ജവഹർലാൽ നെഹ്റു ഞാൻ അമ്പലം പണിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം ജവഹർലാൽ നെഹ്റു അമ്പലം പണിയും. കാരണം അയാൾ ഒരു ഭൗതികവാദിയാണല്ലോ, ദൈവവിശ്വാസിയല്ലല്ലോ, ആശയവാദി അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അമ്പലം പണിയുക എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അമ്പലം പണി എന്ന് പറയുന്ന അർത്ഥം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പണിയാൻ പോകുന്ന അമ്പലം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഓരോരാൾ പറയുന്നതിന്റെ സ്പിരിറ്റ് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കണ്ടോ, മാഷ് പറഞ്ഞപ്പോഴാ ഇതിന്റെയൊക്കെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ സാധിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, വാസവൻ സഖാവ് എന്താണ് പറഞ്ഞതെന്ന് മൂപ്പർക്ക് അറിയുള്ളൂ. പക്ഷെ എന്തുദ്ദേശിച്ചിട്ടായാലും അതിലൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി അല്ലേ ഗോതമാഷേ? അല്ല, നിങ്ങൾ മനസ്സിലാക്കണ്ട, അവരോട് ചോദിച്ചാൽ മതി. സംശയം കൊണ്ടല്ലേ? സംശയമാണല്ലോ പ്രശ്നം, സംശയമല്ലേ പ്രശ്നം. വ്യക്തിപൂജയിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. തൊഴിലാളി വർഗ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വ്യക്തിപൂജയോ ഒന്നും അംഗീകരിച്ച് പോകുന്ന പാർട്ടിയല്ല. അതാണ് ചോദിച്ചത്. അത് പരാമർശങ്ങളെ പറ്റിയില്ല, അവരോട് ചോദിക്കുക. പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപൂജയോ വ്യക്തി ആരാധനയോ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അല്ല. ഹേ, ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് എല്ലാരും പിരിഞ്ഞു പോകണം. പിന്നെ ഗോതമാഷെ, വാസവൻ സഖാവിന് വേറെന്തോ കാര്യം കൂടി പറയാനുണ്ട്. കോപ്പ് വന്നിറങ്ങിയ മൈതാനം അന്ന് മുതൽ ഇന്നുവരെ അത് കോപ്പ് മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. എന്നതുപോലെ കേരളത്തിന്റെ കരുത്തിന്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ കാലം കരുതി വെച്ച കർമ്മയോഗി സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സദസ് മൈതാനം എന്ന് ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും പകരം. എന്താ പറഞ്ഞേ? അങ്ങോട്ട് വ്യക്തമായില്ല. കാലം കരുതി വെച്ച കർമ്മയോഗി സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സദസ് മൈതാനം എന്ന് ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും പകരം. കാലം കരുതി വെച്ച കർമ്മയോഗി പിണറായി വിജയൻ. വാസവൻ സഖാവ് പറയുന്നത് കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയത് തന്നെ എത്ര ഭാഗ്യാണ്. നവകേരള സദസ്സിൽ സംസാരിക്കുകയാണെങ്കിലേ ഇങ്ങനെ സംസാരിക്കണം, അല്ലാണ്ട് തോമസ് ആഴികാടൻ പറഞ്ഞ പോലെ നാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കല്ല വേണ്ടത്. ഒക്കെ സെറ്റല്ലേ സിഎംഎ? കരിങ്കൊടി കൊണ്ട് പ്രതിഷേധിക്കാൻ നോക്കിയാലും എല്ലാരെയും അടിച്ചൊതുക്കി ഈ നാട് സംരക്ഷിക്കാൻ ഇവിടെ ഒരു പുണ്യജന്മമുണ്ട് സാർ. സത്യത്തെയും നന്മയെയും മുറുകെ പിടിക്കുന്ന സ്നേഹമയ്യായ രായാവ്. അപ്പൊ എല്ലാരും രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചോ. ഒന്ന്, പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനം. 2, പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമി. വാസവൻ സഖാവിന്റെ ഓരോരോ കോൺട്രിബ്യൂഷനുകളിൽ സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.